ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എപ്പിസിയോട്ടമി. ഒബ്സ്ട്രിറ്റിക് ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോമൺ പ്രൊസീജിയറാണ് എന്താണ് എപ്പിസിയോട്ടമി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് അങ്ങനെ എപ്പിസിയോട്ടമി ഇല്ലാത്ത ഒരു പേഷ്യൻറ്റിനെ പോലും അധികം കണ്ടിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു സീരിയസ് അല്ല, ഡെലിവറിയിൽ, നോർമൽ ഡെലിവറിയിൽ ഒരു ഒന്നോ രണ്ടോ കേസ്, അതായത് റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ കേസുകളിൽ മാത്രമാണ് എപ്പിസിയോട്ടമി ഇല്ലാത്ത ഡെലിവറി കണ്ടിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടെയാണ് എപ്പിസിയോട്ടമി. എപ്പിസിയോട്ടമി കൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എന്നാൽ അതിലുപരി തന്നെ ഒത്തിരി ബെനിഫിറ്റും ഉള്ള ഒരു പ്രൊസീജിയറാണ് എപ്പിസിയോട്ടമി. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോവാം. ഡെഫിനിഷൻ: സർജിക്കൽ ഇൻസിഷൻ മെയ്ഡ് ഇൻ ദ പെരിനിയം. പെരിനിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം ഏതാണ് വജൈനയുടെയും ഏനസിൻ്റെയും ഏരിയ, ആ ബിറ്റ്വീൻ ആണ്, അതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് നമ്മൾ ഇൻസിഷൻ അല്ലെങ്കിൽ എപ്പിസിയോട്ടമിക്ക് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻലാർജ് ദ വജൈനൽ ഓപ്പണിംഗ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ഡെലിവറി. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ഉണ്ട്, അതായത് മിഡിൽ നേരെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. പിന്നെ മിഡിൽ വന്നിട്ട് ലാറ്ററൽ എപ്പിസിയോട്ടമി ഉണ്ട്, ജെ ഷേപ്ഡ് എപ്പിസിയോട്ടമി ഉണ്ട്, ലാറ്ററൽ എപ്പിസിയോട്ടമി ഉണ്ട്. കൂടുതലായിട്ടും മീഡിയോ ലാറ്ററലും അതുപോലെ തന്നെ ലാറ്ററൽ എപ്പിസിയോട്ടമിയാണ് കാണുന്നത്. അപ്പോൾ ഇൻസിഷൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 to 60 ഫ്രം ദ മിഡ് ലൈൻ എന്നാണ് പറഞ്ഞത്. മിഡ് ലൈനിൽ നിന്നും ഒരു 45 to 60 ഡിഗ്രി യിലായിരിക്കും അത് ചെയ്യാതെ. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. എന്താണ്? ഹൊറിസോണ്ടൽ ഇൻസിഷൻ ആണ്, പാരലൽ ടു വജൈനൽ ഓപ്പണിംഗ്. അതാണ് മീഡിയോ ലാറ്ററലിനെയും ലാറ്ററലിനെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താണ് മീഡിയം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വരിക, മീഡിയോ ലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്താണ്? മിഡിലിൽ നിന്നും ഒരു, അതായത് മിഡിലിൽ നിന്നും ഒരു 40 to എത്ര പറഞ്ഞിരിക്കുന്നത്, 45 to 60 ഡിഗ്രി മാറിയിട്ടാണ് നമ്മൾ ഇൻസിഷൻ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ജെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ജെ പോലെ ചെയ്യും, അതായത് ഒരു ജെ പോലെ നമുക്ക് ഫീൽ ചെയ്യും, തോന്നും. പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മീഡിയോ ലാറ്ററൽ ആണ്. പിന്നെ ലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻസിഷൻ. എന്തിന് പാരലൽ? വജൈനൽ ഓപ്പണിങ്ങിന് പാരലൽ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ഇൻസിഷൻ നമ്മൾ ഇടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ എപ്പിസിയോട്ടമിക്ക് ഒത്തിരി ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ. ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ഇൻഡിക്കേഷൻ, അതായത് പേഷ്യൻറ്റിന് റിസ്ക് ഫാക്ടേഴ്സ് വരാതെ, അതായത് റിസ്കുകളൊന്നും വരാതെ ഡെലിവറി സ്മൂത്തൻ ചെയ്യിക്കാണ്. അപ്പോൾ അതിന് ഒത്തിരി ഇൻഡിക്കേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ വിചാരിച്ചു ഹെഡിങ് ആൻഡ് അണ്ടർലൈൻ എഴുതാന്ന്. ഇപ്പോൾ അർജൻറ്റ് ഇൻഡിക്കേഷൻ ഇപ്പോൾ ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ ആണ്. ഫീറ്റൽ ഡിസ്ട്രസ്, അതായത് FSH ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ പോലെ തോന്നുവാണെങ്കിലൊക്കെ പെട്ടെന്ന് ഡെലിവറി നടക്കാനും അത് സ്മൂത്ത് ആയിട്ട് നടക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫീറ്റൽ ഡിസ്ട്രസ് എഴുതാം. പ്രൊലോങ്ഡ് ലേബർ ആണെങ്കിൽ എഴുതാം. അംബ്ലിക്കൽ കോർഡ് പ്രൊലാപ്സ് ഉണ്ട്, നമുക്ക് നമ്മൾ ഫൈൻഡിങ്ങിൽ കണ്ടു അംബ്ലിക്കൽ കോർഡ് പ്രൊലാപ്സ് ഉണ്ട് എങ്കിൽ പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിഷൻ ഇടുന്നത്. പിന്നെ പ്ലാസെന്റൽ അബ്രപ്ഷ്യ പ്ലാസെന്റ ഉണ്ടെങ്കിൽ, യൂട്രൈൻ റപ്ചർ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഏർജന്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്, അതായത് എമർജൻസി ആയിട്ട് നമ്മൾ എപ്പിസോട്ടമി ചെയ്യുന്നത്. പിന്നെ ഒബ്സ്ട്രിറ്റിക് ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് ബേബി ആണെങ്കിൽ, മാക്രോസോമി ഉള്ള ബേബീസ് ആണെങ്കിൽ നമ്മൾ എപ്പിസിയോട്ടമി ഇടും. ഇൻസ്ട്രുമെന്റൽ ഡെലിവറീസ് ആണെങ്കിൽ, ഇൻസ്ട്രുമെന്റൽ ഡെലിവറി തന്നെ എന്തുണ്ട് ചെയ്യുന്നത്? കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഹെഡ് പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ്. അപ്പം ഈ വാക്വം ഫോർസെപ്സ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ എപ്പിസിയോട്ടമിയുടെ ഇട്ടാലല്ലേ അത് സ്മൂത്ത് ആയിട്ട് പുറത്ത് വരുള്ളൂ. പിന്നെ ബ്രീച്ച് പ്രസന്റേഷൻ, പിന്നെ മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ, പിന്നെ അതുപോലെ പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ. ഇപ്പം അതിവിടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയില്ലേ ഒരു ബേബി അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് 10 years കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുണ്ടാവുന്ന ഡെലിവറി അതൊരു പ്രൈമറി ഡെലിവറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. കാരണം എന്താണ്, ഇപ്പം വിത്തിൻ 3 to 4 years ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും, സ്മൂത്തൻ ആയിരിക്കും നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ സിസേറിയൻ എന്ന് പറയുന്നത് അവർക്ക് നേരത്തെ എന്ത് ചെയ്തിട്ടില്ല, വജൈനൽ അതായത് ബർത്ത് കനാൽ ഓപ്പൺ ചെയ്ത് കുഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നോർമൽ ഡെലിവറി പോലെയല്ലേ തോന്നുള്ളൂ, അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, എപ്പിസിയോട്ടമി ഇടുമ്പോഴത്തേക്ക് ഇട്ടാലേ സ്മൂത്തനായിട്ട് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ സ്മൂത്തനായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ മെറ്റേണൽ ഇൻഡിക്കേഷൻ. അപ്പം അതായത് കഴിഞ്ഞ ഡെലിവറിക്ക് എന്താണ് എപ്പിസിയോട്ടമി ടിയർ വന്നിട്ടുണ്ട്. എപ്പിസിയോട്ടമി ടിയർ എന്താണെന്ന് അറിയാലോ, നമ്മളെ ഓവറായിട്ടുള്ള പുഷ് ചെയ്യുന്ന സമയത്ത് ആ
പുഷിങ് കറക്റ്റ് ആയിട്ടല്ല. ഇപ്പം ചില ഞാൻ ഒരു കേസ് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെലിവറി പെയിൻ കാരണം പുള്ളിക്കാരത്തി ഡോക്ടേഴ്സ് ഒന്നും പറയുന്നൊന്നും കേൾക്കുന്നില്ല. അതായത് ഫീൽ ചെയ്യുമ്പോഴല്ലേ, കൺട്രക്ഷൻ വരുമ്പോഴല്ലേ പുഷ് ചെയ്യാൻ പറയുന്നത്. അപ്പം പുള്ളിക്കാരത്തി ഇത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് പുഷ് ചെയ്ത് അവസാനം ഫുള്ള് പെരിണി കംപ്ലീറ്റ് ആയിട്ട് ടിയർ ആയിട്ട് വന്നു. അത് അപ്പോഴത്തെ ആ ഒരു ആൻസൈറ്റിയിൽ അത് കേൾക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അന്ന് വന്നത്. അപ്പോൾ അത് പിന്നെ ഒന്നേന്ന് റിപ്പയർ ചെയ്തു. പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ അല്ല, ഭയങ്കര പെയിൻഫുൾ ആണ്. അതുപോലെ തന്നെ ഞാൻ ആ പേഷ്യൻറ്റ് മെറ്റ് ചെയ്യുന്നത് 1 month കഴിഞ്ഞിട്ടാണ്. അപ്പോഴും പുള്ളിക്കാരത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാനും അതുപോലെ തന്നെ ആ ടിയർ ആയി വരാനും അത് പഴയതുപോലെ ആവാൻ ഒത്തിരി ടൈം എടുക്കും. സോ പെരിനിയൽ ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്ത കണ്ടീഷനിൽ വരാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പിസിയോട്ടമി ഇടും. പിന്നെ പെൽവിക് ഫ്ലോർ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, വജൈനൽ സ്റ്റീനോസിസ്, സർവൈക്കൽ സ്റ്റീനോസിസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒത്തിരി പ്രഷറല്ലേ നമ്മൾ കൊടുക്കുന്നത്. പ്രഷർ കുറയ്ക്കാനല്ല, ആ പ്രഷറിൽ ഒത്തിരി പ്രഷർ പ്രൊലോങ് ആയി പോകാതെ പെട്ടെന്ന് വരണ്ടേ. അപ്പോൾ മെഡിക്കൽ കണ്ടീഷനിലെ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് ഒത്തിരി കൂടെ കോംപ്ലിക്കേഷൻ വരും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എപ്പിസിയോട്ടമി ചെയ്യുന്നത്. പിന്നെ ഓപ്പറേറ്റീവ് ഇൻഡിക്കേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഫോർസെപ്സ്, വാക്വം ഡെലിവറി, പിന്നെ മാനുവൽ റൊട്ടേഷൻ ഓഫ് ഹെഡ്, ഫീറ്റൽ ഹെഡ്, ഡെലിവറി ഓഫ് ഫീറ്റൽ ഷോൾഡർ. അപ്പോൾ ഈ ചില നമ്മൾ കേട്ടിട്ടില്ലേ, ഷോൾഡർ ഡെലിവറിക്കൊക്കെ നമ്മൾ പ്രത്യേകം എന്താണ് ഉണ്ട്. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ എന്ത് എപ്പിസിയോട്ടമി ഇടും. പിന്നെ ബ്രീച്ച് എക്സ്ട്രാക്ഷൻ ആണെങ്കിലും, നമ്മൾ ബ്രീച്ച് ആണെങ്കിൽ നമുക്ക് എന്താണ് എപ്പിസിയോട്ടമി വേണം. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും ബ്രീച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ റിസ്ക് അധികം എടുക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ദെൻ റിലേറ്റീവ് ഇൻഡിക്കേഷൻസ് ലൈക്ക് ഇപ്പോൾ പ്രൊലോങ്ഡ് ലേബർ, ഇൻഡ്യൂസ്ഡ് ലേബർ ആണെങ്കിൽ, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, എപ്പിസിയോട്ടമി ഇടുന്നുണ്ട്. പിന്നെ മെറ്റേണൽ എക്സ്ഹോഷൻ, ഇപ്പം എന്താണ് ചില സമയത്ത് ഇപ്പം പുഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇവർക്ക് പെയിൻ കൺട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പുഷ് ചെയ്യത്തില്ല. ചില അങ്ങനെ ഉള്ള കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് പിന്നെ പുഷ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയൊക്കെ ലോസ് ആയി പോകുന്ന പോലെ ഒരു കണ്ടീഷൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണ് ചെറിയ പെൽവിക് ഫ്ലോറിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് പിന്നെ ആ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു ലേഡിക്ക് പുഷ് ചെയ്യാൻ പറ്റാതെ കുഞ്ഞ് എന്താണ് പെൽവിക് ഫ്ലോറിൽ ഇരുന്ന് ഡെത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഞങ്ങൾ മെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മെറ്റേണൽ എക്സോഷൻസ് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പിസിയോട്ടമി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ പ്രൊസീജിയർ എന്താന്ന് നോക്കാം. പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ ആണ് എഴുതുക. ഇപ്പം ഞാൻ ഒത്തിരി വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് കരുതി എഴുതിയിട്ടില്ല. എന്താ പ്രൊസീജിയറിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ, ഇൻഫോംഡ് കൺസെൻറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്നു, ഡ്രേപ്പ് ചെയ്യുന്നു, നമ്മൾ എന്താ ക്ലീൻ പെരിനിയൽ ഏരിയാസ് എല്ലാം എന്താണ് സ്റ്റെറൈൽ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്ന പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്ത് പൊസിഷനൊക്കെ ചെയ്ത് റെഡി ആക്കിയല്ലോ. എന്നിട്ട് നമ്മൾ എപ്പിസിയോട്ടമി പ്രൊസീജിയർ സ്റ്റാർട്ടിങ് ഫസ്റ്റ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലിഡോക്കെയിനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കൊടുക്കുക. ഇതിന് നമ്മൾ എന്താ പറയുന്നത്, പ്യൂഡൻറ്റൽ നെർവ് ബ്ലോക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഇപ്പോഴല്ല, നിങ്ങൾക്ക് പിന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു ഇതാണ് പ്യൂഡൻറ്റൽ നെർവ് ബ്ലോക്ക് ആണ് അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ എന്താണ് ഐഡൻറ്റിഫൈ ദ മിഡ് ലൈൻ അല്ലെ, മിഡ് ലൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. പിന്നെ ഇൻസിഷൻ ഇടുകയാണ്. ഇൻസിഷൻ ഒരു എത്രയാണ് ഇടുന്നത്, 2 to 3 centimeter ഉള്ള ഇൻസിഷൻ ആണ് ഇടാറുള്ളത്. സിസേഴ്സ് യൂസ് ചെയ്യും. സ്കാൽപ്പിൽ നമ്മൾ ഞങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, സിസേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഒരു 45 to 60 ഡിഗ്രിയിലായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും, പെരിനിയൽ മസിൽസ് അറിയാമല്ലോ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആ എന്താണ് മസിൽസ് നമ്മൾ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഡീപ്പായിട്ടുള്ള കട്ടിങ്സ് അവോയ്ഡ് ചെയ്യുക. അതായത് എന്താണ് കൂടുതൽ ഏരിയ കട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഏനൽ മസിൽസ് ഒന്നും എഫക്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്,
റിപ്പയർ ചെയ്യും കേട്ടോ. പിന്നെ റിപ്പയർ ആണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ പറഞ്ഞില്ല. റിപ്പയർ ചെയ്യുക, പെരിനിയൽ ഈ മസിൽസ് നന്നായിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളത്, സ്യൂച്ചർ ചെയ്യത്തില്ല, സ്യൂച്ചർ ചെയ്യുക. പിന്നെ ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ് ഒക്കെ ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യും ഫോർ ദ പ്രിവെൻഷൻ. പിന്നെ പോസ്റ്റ് കെയർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്താണ്, ബ്ലീഡിങ്ങോ പെയിനും അതുപോലെ തന്നെ വൂണ്ട് കെയറും സ്റ്റാർട്ട് ചെയ്യും. അതാണ് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ മസിൽ, ഇത് നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ, ഞാനൊരു ജനറൽ ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. മസിൽസ് എപ്പിസിയോട്ടമി ചെയ്യുമ്പോൾ എഫക്ട് ചെയ്യുന്ന മസിൽ ലെയേഴ്സ് ആണ്. ഫസ്റ്റ് സൂപ്പർഫിഷ്യൽ ലെയർ, പിന്നെ ഡീപ് പെരിനിയൽ ലെയേഴ്സ്, പിന്നെ പെൽവിക് ഡയഫ്രം. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ടിയർ ആണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി. ഇപ്പോൾ ഫസ്റ്റ് ഇത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനായിരിക്കും നമ്മൾ ഈ ഡിഗ്രി ഇങ്ങനെ നോക്കി വെക്കുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ എന്താണ്, ഏനൽ സ്പിഞ്ചറിനെ മസിൽസ് മെമ്പറേനെ ഒക്കെ ഇൻവോൾവ് ചെയ്യും. അപ്പം നമ്മൾ അത് ഡോക്യുമെന്റ് ചെയ്യാൻ വേണം. അതായത് ഇപ്പം ഫോർത്ത് ഡിഗ്രി ആണ്, ടിയർ വന്നുപോയി, അപ്പോൾ അതിനി എന്തൊക്കെ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ എന്താണ് ഇനിയുള്ള എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ജസ്റ്റ് ആ സ്കിന്ന് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ പെരിനിയൽ മസിൽസ് അതിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഡീപ് പെരിനിയൽ മസിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് തേർഡ് ഡിഗ്രിയിൽ. പിന്നെ ഫോർത്ത് ഡിഗ്രി ആകുമ്പോഴത്തേക്ക് സ്പിഞ്ചറിനെ, എനൽ മസിൽസിനെ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡിഗ്രി ഓഫ് ടിയർ എഴുതി വെക്കണം കേട്ടോ. ഇനി ഇൻസ്ട്രുമെന്റ്, ഏത് ഇൻസ്ട്രുമെന്റ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പിസിയോട്ടമി സിസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന അങ്ങനെ കണ്ടിട്ടില്ല, നമ്മൾ സിസേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്താണ് ഈ സിസറിന്റെ ഒരു ഫോട്ടോ പിക്ചർ പറ്റുവാണെങ്കിൽ വരച്ച് വെക്കുക. ഇതിപ്പോൾ ഫുൾ അതിന്റെ കൈ ഒന്നും വരയ്ക്കണമെന്നില്ല, അതിന്റെ ഹെഡ് പോർഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വരച്ച് വെച്ചാൽ നമുക്കൊരു ജസ്റ്റ് ഒരു പേപ്പർ ഇംപ്രഷൻ, അത്രേ ഉള്ളൂ. പിന്നെ ടൈമിങ് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും നമ്മൾ എപ്പിസിയോട്ടമി ചെയ്യുന്നത്? ഇപ്പം എപ്പോഴായിരിക്കും നമ്മൾ എപ്പിസിയോട്ടമി ചെയ്യുന്നത്? അല്ലെ, ക്രൗണിങ് നടക്കുന്ന സമയത്താണ്. ക്രൗണിങ്, അതായത് ഫീറ്റൽ ഹെഡ് വിസിബിൾ ആയി, ഫീറ്റൽ ഹെഡ് ഒരു 3 to 4 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ഒക്കെ നടന്നു. അത് കഴിഞ്ഞ് ഫീറ്റൽ ഹെഡ് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പിസിയോട്ടമി ഇടുക. പിന്നെ ഇപ്പം ഇതെപ്പോഴും ഇങ്ങനെ തന്നെ, ഇപ്പം ക്രൗണിങ് സ്റ്റാർട്ട് ചെയ്തു അതിന് എന്താണ് ഇപ്പം പിന്നെ പെയിൻ വന്ന് ഇത്ര സമയം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എന്താണ് മെറ്റേണൽ ഏജ്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് ഇതിന് ചേഞ്ചസ് ഉണ്ടാകാം. പക്ഷെ ഇത് ഒരു ആക്യുറേറ്റ് ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് കോംപ്ലിക്കേഷൻ നോക്കാം. കോംപ്ലിക്കേഷൻ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻ ഉണ്ട്, ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസിനകത്ത് വരുന്നതാണ്, അതായത് അപ്പോഴുണ്ടാകുന്ന, അതായത് ആ ഒരു ഏരിയയിൽ ആ ടൈമിൽ ഉണ്ടാകുന്ന എന്താണ് ഇൻഫെക്ഷൻസ്, UTI, വൂണ്ട് ഇൻഫെക്ഷൻ വരാം, ഹെമറേജ് വരാം, ഹെമറ്റോമ വരാം, അല്ലെ, ബ്ലഡ് അക്യുമുലേഷൻ. ഇതൊക്കെ നോർമലി നമ്മൾ പ്രോപ്പർ കെയർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മോണിറ്ററിങ് ഇല്ലാത്ത മിക്ക പേഷ്യൻറ്റിലും കാണുന്ന കണ്ടീഷൻ, കോംപ്ലിക്കേഷൻ ആണ്. പെയിൻ, സ്വെല്ലിങ്, urinary retention, fetal incontinence and wound dehiscence. ഓക്കെ ആണല്ലോ. ഇനി ലോങ് ടേം കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്രോണിക് ആയിട്ടുള്ള പെയിൻ, ഇതാണ്. അതായത് ലോങ് ടേം കോംപ്ലിക്കേഷൻ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഡിസ്പെറൂണിയ, പെയിൻഫുൾ ആയിട്ടുള്ള ഇന്റർകോഴ്സസ് വരാം. അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് ഉണ്ടാകും, കാരണം മ്യൂക്കസ് പ്രൊഡക്ഷൻ ഏരിയാസിൽ ഇത് എഫക്റ്റഡ് ആയിട്ട് എന്താണ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് വജൈനൽ ഡ്രൈനസ്, യൂറിനറി ഇൻകോണ്ടിനൻസ് വരാം, ഫീക്കൽ ഇൻകോണ്ടിനൻസ് വരാം. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻ കാരണം എന്താണ് ചിലപ്പോൾ നമുക്ക് ഡെഫിക്കേഷൻ ഒക്കെ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, പിന്നെ പെരിനിയൽ പ്രൊലാപ്സ്, വജൈനൽ സ്റ്റീനോസിസ്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം. ഓക്കെ ആണല്ലോ. ദെൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കഴിയുമ്പോൾ, അതായത് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെയിലി എപ്പിസിയോട്ടമി അസസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ എപ്പിസിയോട്ടമിയുടെ ഇത് നമ്മൾ നോക്കത്തില്ലേ, റീഡ് നമ്മൾ ചെയ്യത്തില്ലേ പോസ്റ്റ്നേറ്റൽ കെയറില്ലേ, അതിൽ റീഡ്. അപ്പം ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു എന്താണ് അസസ് എപ്പിസിയോട്ടമി എന്താ റീഡ് എഴുതാം. ഓക്കെ, ദെൻ എന്താണ് റിപ്പയർ ദ എപ്പിസിയോട്ടമി, സ്യൂച്ചർ ഇൻസിഷൻ, അതായത് റിപ്പയർ ഒക്കെ നമ്മൾ ചെയ്യുക. അതിൽ ടിഷ്യൂസ് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ മെയിൻലി നമ്മൾ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള മാനേജ്മെന്റ് എടുക്കുക, ആൻറ്റിബയോട്ടിക് ഓയിൽമെന്റ്. പിന്നെ പെയിൻ റിലീഫ് ചെയ്യാനുള്ള മാനേജ്മെന്റ്. പെയിൻ റിലീഫ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് എടുക്കാൻ പറ്റും? ഇപ്പം ലൈക്ക് സ്വിച്ച് ബാത്ത് ഒക്കെ ഇല്ലേ, അതുപോലെ
പെയിൻ മാനേജ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും കോൾഡ് ഹോട്ട് പാക്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലുള്ളത്. പിന്നെ എപ്പോഴും ഏരിയ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വെക്കുക. പാറ്റ് ഡ്രൈ എപ്പോഴും വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഏരിയ ഡ്രൈ ചെയ്യുക. വാം കംപ്രസ് നമുക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ സൈൻസ്, പ്രൈമറി ഇൻഫെക്ഷൻ സൈൻ എന്താണ്, ഫീവറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, ഷിവറിങ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് പേഷ്യൻറ്റിന് നോക്കാം. പിന്നെ ബവൽ ബ്ലാഡർ കെയർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മോണിറ്റർ ബവൽ മൂവ്മെൻറ്റ്സ് നോക്കുക. അതുപോലെ തന്നെ അസിസ്റ്റ് വിത്ത് യൂറിനേഷൻ, അതായത് യൂറിനറി റിട്ടൻഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രഷർ കൊടുത്ത് ഇത് ചെയ്യുവാണെങ്കിൽ എപ്പിസിയോട്ടമി ടിയർ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് നഴ്സിംഗ് ഡയഗ്നോസിസ്. അക്യൂട്ട് പെയിൻ ആയിരിക്കും പ്രയോറിറ്റി നഴ്സിംഗ് ഡയഗ്നോസിസ് പറയുമ്പോൾ. പിന്നെ ഇൻഫെക്ഷൻ, റിസ്ക് ഫോർ ഇൻഫെക്ഷൻ, ഇമ്പയർഡ് ടിഷ്യൂ ഇൻറ്റഗ്രിറ്റി, യൂറിനറി റിട്ടൻഷൻ, ആൻസൈറ്റി, ഇമ്പയർഡ് ഫിസിക്കൽ മൊബിലിറ്റി ആൻഡ് നോളജ് ഡെഫിസിറ്റ്. ഇത് ഞാൻ ഇത്രയും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറേ റിലേറ്റഡ് എഴുതാം, പക്ഷെ നമുക്ക് പ്രൈമറി ഇത്രയും മതി. പിന്നെ നമുക്ക് കുറച്ച് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻ്റർവെൻഷൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് എങ്ങനെ എഴുതാം, പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് ആയിട്ട് എഴുതാം. പ്രീ ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുന്നു, അലർജി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു, മെഡിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നു, പിന്നെ എന്താണ് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ എന്താണ് കൺസെൻ്റ് ഒക്കെ വാങ്ങിക്കുന്നു, വൈറ്റൽ സയൻസ് ഒക്കെ നോക്കുന്നു, പിന്നെ ഏരിയ നന്നായിട്ട് സ്റ്റെറൈൽ ചെയ്യുന്നു, ഡ്രൈപ്പ് ചെയ്ത് അതൊക്കെ. പിന്നെ ഇൻട്രാ ഓപ്പറേറ്റീവ് പീരീഡിൽ നമ്മൾ പേഷ്യൻ്റ് പ്രൈവസിയാണ് മെയിൻലി നമ്മൾ കൊടുക്കുക കേട്ടോ. പേഷ്യൻ്റ് പ്രൈവസി, ഡിഗ്നിറ്റി, ദെൻ വൈറ്റൽ സയൻസ് നോക്കാം, സർജനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ ചെയ്യുക, പോസ്റ്റ് ഓപ്പറേറ്റീവ്. അപ്പോൾ അതിൽ നമ്മൾ ഫിസിക്കൽ ഇൻ്റർവെൻഷൻസ്, ഇമോഷണൽ ഇൻ്റർവെൻഷൻസ്. ഫിസിക്കൽ ഇൻ്റർവെൻഷൻസ് ആസ് യൂഷ്വൽ എന്താണ് വൈറ്റൽ സയൻസ് കാര്യങ്ങളൊക്കെ നോക്കുക, പെയിൻ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുക, ഐസ് പാക്ക് പോലുള്ള സംഭവങ്ങൾ ഇതാക്കുക, പിന്നെ മോണിറ്റർ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള മോണിറ്റർ, ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക, എയർലി ആംബുലേഷൻ അതാണ് അസിസ്റ്റ് വിത്ത് ആംബുലേഷൻ ആൻഡ് മൊബിലിറ്റി, പിന്നെ വൂണ്ട് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദെൻ മോണിറ്റർ ഫോർ ബ്ലീഡിങ്, ഹെമറേജ് ഉണ്ടാകാൻ നോക്കാം. പിന്നെ ഇൻ കേസ് ചില സിവിയർ കേസസിലാണെങ്കിൽ കത്തീഡ്രൈസേഷൻ കൊടുക്കും. കത്തീഡ്രൈസ് ഇഫ് ദ പേഷ്യൻറ്റിന് വേണമെങ്കിൽ കത്തീഡ്രൈസേഷൻ ഇടുക. പിന്നെ ഇമോഷണൽ സപ്പോർട്ട് ആണെങ്കിലും എപ്പോഴും എന്താണ് റീഅഷുറൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എൻകറേജ് ചെയ്യുക പേഷ്യൻറ്റിന്, ഫ്ലൂയിഡ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ എന്താണ് ഈ എന്താണ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ഐഡിയ കാര്യങ്ങളൊക്കെ കൊടുക്കുക, റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ കൊടുക്കുക, പെൽവിക് ഫ്ലോർ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നഴ്സിംഗ് ഡയഗ്നോസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.